നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 88 ഒന്നാമത്തെ ചോദ്യം ചെയ്തു നിർത്തിയല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങളുടെ ഇരട്ടി 2 മടങ്ങ് നീളമുള്ള വശങ്ങളുടെ നീളമുള്ള ഈക്വലാറ്റർ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണവും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവ രണ്ടും ഇതിൽ ഈ നമ്മുടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ മൂലോട് മൂല ഇങ്ങനെ മുറിച്ചു, കട്ട് ചെയ്തു, 2 പീസുകളാക്കി. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രപ്പീസിയം, അതായത് ഒരു ലംബകം ഉണ്ടാക്കി. നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈ ലംബകത്തിൻ്റെ, ഈ ട്രപ്പീസിയത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്, അതുപോലെ തന്നെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ 2 സെന്റിമീറ്റർ വെച്ച് എടുക്കാൻ. അപ്പൊ അങ്ങനെ 2 സെന്റിമീറ്റർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയാണ് ഇതിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ത്രികോണത്തിന്റെ വശങ്ങൾ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 4 സെന്റിമീറ്റർ വീതമായിരിക്കും അല്ലേ. എന്നിട്ട് ഇവ രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ട് ഇതുണ്ടാക്കി. മനസ്സിലായല്ലോ. നാം നേരത്തെ മുമ്പ് ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ അതേ ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് ഇതും. അപ്പൊ നമുക്കറിയാം, എന്തിൻ്റെതായാലും ചുറ്റളവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? വശത്തിൻ്റെ നീളം അറിയണം അല്ലേ. എല്ലാ വശങ്ങളുടെ നീളം അറിയണം. അപ്പോൾ നമുക്കിവിടെ ഈ വശത്തിൻ്റെ നീളം അറിയണം, ഇത് അറിയണം, ഇത് അറിയണം, ഇത് അറിയണം അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതി വെക്കാം. ഇവിടെ ഇപ്പോൾ 2 സെന്റിമീറ്റർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇത് 2 ആണെങ്കിൽ അല്ലേ, ഇത് 2 സെന്റിമീറ്റർ വെച്ച്. അങ്ങനെയാണെങ്കിൽ ഈ വശങ്ങൾ എത്രയായിരിക്കും? 4 അല്ലേ. ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും. ഈ വശവും 4, ഇത് മൊത്തം 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പകുതി ആയതുകൊണ്ട് നമുക്ക് ഇത് 2 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ വശങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത്? ഈ 2 വലിയ പീസുകൾ അല്ലേ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ വലിയ ത്രികോണത്തിന്റെ പീസുകളാണ് ഇത് രണ്ടും അല്ലേ. ഇനി നമുക്ക് ഇതിൽ അറിയാവുന്ന അളവുകൾ ഏതൊക്കെ വരുന്നു ഒന്ന് നോക്കിയേ. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഈ 2 ചെറിയ ത്രികോണങ്ങൾ അല്ലേ. ഈ 2 ചെറിയ ത്രികോണം ഏതാണ്? ഈ 2 ത്രികോണങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ വശം എത്ര ആയിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇത്രയും ഭാഗം 2 സെന്റിമീറ്റർ. പിന്നെ ഇതാണ് ഇതിൻ്റെ കർണം അല്ലേ. ആ കർണമാണ് ഇത്. അത് നമുക്കറിയില്ല. ഇനി ഇവിടെയും ഇത് എത്ര വരും? ഇതും 2 സെന്റിമീറ്റർ തന്നെ അല്ലേ. 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് നോക്കിയേ, ഈ വശത്തിൻ്റെ നീളം കിട്ടണം അല്ലേ. അതായത് നമുക്കറിയാം ഈ ത്രികോണം എന്ന് പറയുന്നത് ഏതാണ്? ഈ വലിയ ത്രികോണം തന്നെയാണ് അല്ലേ. നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി ആണ് ഇതിങ്ങനെ വെച്ചിട്ട്, ഈ 90 ഡിഗ്രി. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റുള്ള ഈ വശം, ഇതാണ് ഈ കർണം അല്ലേ. അപ്പോൾ ഈ കർണം എത്ര വരും? 4 സെന്റിമീറ്റർ വരും. ഇനി ഈ ത്രികോണത്തിൻ്റെ നോക്കിയാൽ ഇവിടെ 2 സെന്റിമീറ്റർ ആണ് അല്ലേ. അതാണ് 2. പിന്നെ ഈ വശം എത്ര വരുന്നുണ്ട്? 2 വരുന്നുണ്ട് അല്ലേ. അതായത് ഈ വശവും 2 സെന്റിമീറ്റർ തന്നെ അല്ലേ. 2 ഈ പീസ്. അപ്പോൾ നമുക്ക് ഈ മട്ടത്രികോണത്തിൽ നിന്ന് ഈ വശത്തിൻ്റെ നീളം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ ത്രികോണം ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ത്രികോണമാണിത്. ഈ ത്രികോണത്തിൽ ഇവിടെ 2 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. അങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇത് ബേസ് എടുക്കുകയാണെങ്കിൽ, ബേസ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണത്തിൻ്റെ സ്ക്വയർ ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ, അതായത് 4 സ്ക്വയർ മൈനസ് എച്ച് അല്ലേ, ഹൈറ്റ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 മൈനസ് 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 16 മൈനസ് 4 എത്ര കിട്ടും? 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ therefore ബി ഈസ് ഈക്വൽ ടു എത്ര വരും? ബി ഈസ് ഈക്വൽ ടു √12 അല്ലേ. √12 √12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നാം പറഞ്ഞല്ലോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റാം. 4 × 3 അല്ലേ. 4 × 3 എന്ന് എഴുതാം. ഇനി നമുക്ക് 6 × 2 എന്ന് എഴുതാം. പക്ഷെ നാം നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 6 × 2 എന്ന് എഴുതരുത്. കാരണം എന്താണ്? അത് രണ്ടും വർഗ്ഗമല്ല അല്ലേ. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വർഗ്ഗം കിട്ടണം. അതുകൊണ്ട് നമ്മൾ 4 × 3. ഇവിടെ 4 നമുക്ക് വർഗ്ഗമാണ്. അപ്പോൾ √4 × 3. √4 എത്രയാണ്? 2. പിന്നെന്താണ് ഉള്ളിലുള്ളത്? 3 അല്ലേ. അപ്പോൾ 2 √3. അപ്പോൾ നമുക്ക് ഈ നീളം കിട്ടി, 2 √3 കിട്ടി. അതായത് ഈ നീളം അല്ലേ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. √3ൻ്റെ വാല്യൂ കൂടി കൊടുത്തിടാം. കാരണം = 2 × √3ൻ്റെ വാല്യൂ എത്രയാണ്? 1.73
2 അല്ലേ? ഒന്ന് ഗുണിച്ച് നോക്കിയേ. 4 6 4 2 3. അപ്പോൾ നമുക്ക് കിട്ടി 3 4 6 4 എന്ന് കിട്ടി അല്ലേ? ഇനി നമ്മൾ നോക്കിയേ 1 2 3 സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പോൾ നമുക്ക് ബി കിട്ടി 3.464. അപ്പോൾ നമുക്ക് ഈ നീളം കിട്ടി. എത്രയാണ്? 3.464. അപ്പോൾ അത് തന്നെയായിരിക്കുമല്ലോ ഇപ്പുറത്തെ നീളം അല്ലേ? ഈ നീളം തന്നെയായിരിക്കും ഇവിടെയും. അപ്പോൾ അവിടെ നിന്ന് കിട്ടി നമുക്ക് 3.464. ഇനി നമുക്ക് ഏത് അളവാണ് കിട്ടേണ്ടത്? ഈ ഭാഗം കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി. ഇനി ഈ ചെരിച്ച ഭാഗം കിട്ടണം അല്ലേ? അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അളവും അത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് കിട്ടണമെങ്കിൽ അല്ലേ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഈ ത്രികോണം ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ കർണാണിത് അല്ലേ? ഹൈപ്പോട്ടിനസ്. അപ്പോൾ നമുക്ക് എഴുതാം ഹൈപ്പോട്ടിനസിൻ്റെ സ്ക്വയർ സീക്വൽ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്ക് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 4 സീക്വൽ ടു 8. അപ്പോൾ കർണത്തിൻ്റെ സ്ക്വയർ ആണ് 8. അങ്ങനെയാണെങ്കിൽ കർണം എത്ര വരും? ഹൈപ്പോട്ടിനസ് എത്ര വരും? √8 സീക്വൽ ടു 4 × 2 എന്ന് എഴുതാം. അപ്പോൾ √4 × 2, √4 എത്രയാണ്? 2 അല്ലേ? ഇനി ബാക്കി എന്താണുള്ളത്? √2. അപ്പോൾ 2 √2. 2 √2നെ √2ന്റെ വാല്യൂ കൊടുത്തിട്ട് ഗുണിച്ചിടാം. സീക്വൽ ടു എങ്ങനെ എഴുതും? 2 × √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 അല്ലേ? അപ്പോൾ ഒന്ന് ഗുണിച്ചിട്ട് 2 × 4 8 2 8 2 അല്ലേ? 0.8 3 സ്ഥാനം നീക്കി 0.8 2.828. അപ്പോൾ നമുക്ക് ഈ ചെരിഞ്ഞ ഭാഗത്തിൻ്റെ അതായത് ഈ വശത്തിൻ്റെ നീളം കിട്ടി. എത്രയാണ്? 2.828. അപ്പോൾ ഈ ഭാഗം എത്ര തന്നെയായിരിക്കും? 2.828. ഇപ്പോൾ നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം കിട്ടി അല്ലേ? ഇനി നമുക്ക് ചുറ്റളവ് കണ്ടുകൂടെ? അപ്പോൾ നമുക്ക് എഴുതാം പെരിമീറ്റർ ചുറ്റളവ് സീക്വൽ ടു എന്ത് വരും? ഏതൊക്കെ അളവുകൾ വരും നോക്കിയേ? എല്ലാ അളവുകളും നമ്മൾ എടുക്കണം അല്ലേ? അപ്പോൾ ഒരു സൈഡിൽ നിന്ന് എടുത്ത് തുടങ്ങിക്കോ. 2.828 പ്ലസ് 3.464 പ്ലസ് 2.828 പ്ലസ് 2 പ്ലസ് 3.464 പ്ലസ് 2. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടി, പെരിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് തെറ്റാതെ ഒന്ന് കൂട്ടി വയ്ക്കാം. 2.828 പ്ലസ് 3.464 പിന്നെയോ 2.828 പിന്നെ ഒരു 2. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതട്ടാ. ഈ 2 ഇവിടെ കൊണ്ട് എഴുതരുത്. 2 വേണമെങ്കിൽ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി 2.00 എന്ന് ഇട്ടോ. ഇനി എന്താണ് വരുന്നത്? 3.464 പ്ലസ് വീണ്ടും 2 അല്ലേ? 2. അപ്പോൾ 000. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി വെക്കാം. 8 4 12. അപ്പോൾ 8 20 20 24 4 ബാക്കി 2 2 4 6 10 12 6 18 അല്ലേ? 18 8 ബാക്കി 1 1 8 9 4 13 21 4 25 5 ബാക്കി 2 2 2 4 3 7 2 9 11 3 14 2 16. അപ്പോൾ 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16.584 പെരിമീറ്ററാണ്. എല്ലാം സെൻറ്റിമീറ്ററിൽ എഴുതാന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെൻറ്റിമീറ്ററിൽ എഴുതി. അപ്പോൾ ഇതാണ് ഈ ട്രപ്പീസിയത്തിൻ്റെ ചുറ്റളവ്. ഇനി നമുക്ക്
ഒരു പക്ഷേ ഈ റൂട്ട് 2ന്റെ വാല്യൂ അല്ലെങ്കിൽ റൂട്ട് 3ന്റെ വാല്യൂ ഒക്കെ നോക്കിയാൽ 3 സ്ഥാനത്തിന് എടുത്തിട്ട് ഇപ്പോൾ 1.73 എന്ന് വരച്ചാൽ അവർ എടുക്കും. 1.73 അത്ര എടുക്കുള്ളൂ. ഇത് 2നെ ഒഴിവാക്കും. അല്ലെങ്കിൽ 1.414 ഈ 4 ഒഴിവാക്കും. 1.41 ഇട്ട് ചെയ്യും. എളുപ്പത്തിന് വേണ്ടി ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ഉത്തരത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. മറ്റേതാകുമ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വരും? ഇപ്പോൾ ഒരു പക്ഷേ 16.58 പകരം എന്തായിരിക്കും? ഒരു പക്ഷേ 16.57 ആവാം. മനസ്സിലായില്ലേ? 16.57 അല്ലെങ്കിൽ 5, 5, 6 ഒക്കെ വരാം. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ചും കൂടി കുറയും. കാരണം നമ്മൾ ഒരു സ്ഥാനം കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. 1.732 എടുത്തിട്ടുണ്ട് അല്ലേ? അതുപോലെ 141 എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉത്തരത്തേക്കാൾ കൂടുതൽ ആക്യുറേറ്റ് ആയ ഉത്തരം ഏതാണ്? ഈ ഉത്തരമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരുപക്ഷെ സ്കൂളിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട. നമ്മൾ 3 ഡിജിറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് 16.584 കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് ഈ ഉത്തരവും കിട്ടാം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്കതിൽ നമ്മളോട് ഏരിയ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അര A+B × H അല്ലേ? ഓർമ്മയില്ലേ? ഏരിയ = അര A+B. A+B എന്ന് വെച്ചാൽ ഈ വശവും സമാന്തരമായ 2 വശങ്ങളാണ് എയും ബിയും എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അര × A+B × H. ഇതാണ് H, ഇതിൻ്റെ ഹൈറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ H. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് 3 കൂടി കൂട്ടാം അല്ലേ? ഈ വലിയ വശത്തിൻ്റെ നീളമാണ് എ എന്ന് പറയുന്നത്. ഇതാണ് സമാന്തരങ്ങളായ 2 വശങ്ങളുടെ നീളം. അപ്പോൾ ഇത് എ എന്ന് പറയുന്നത് ഈ വശമാണ്. അപ്പോൾ നമുക്ക് A = എന്ത് വരും? A = ഏതൊക്കെ വരും? 2 + 3.464 പ്ലസ് ഈ 2 കൂടി കൂട്ടണം അല്ലേ? 2. അപ്പോൾ എത്ര വരും? 2, 2, 4, 3, 7. 7.464. അതാണ് എ വര. മനസ്സിലായില്ലേ? = അര × A 7.464. അപ്പോൾ നമുക്ക് ഈ വശം കിട്ടി. ഇനി അടുത്തത് ഏതാണ്? ഈ വശം പ്ലസ് 3.464 ഇൻറ്റു. അപ്പോൾ A+B കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? H. അപ്പോൾ ഇതൊന്നും കൂടി നീക്കി എഴുതാം. = 7.464 അല്ലേ? ഇതാണ് A. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ഇനി H വേണം അല്ലേ? H എത്രയാണ്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പോൾ നമുക്ക് 2 = അപ്പോൾ ഇനി അര ഇൻറ്റു അല്ലേ? 7.464 പ്ലസ് 3.464 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ അടിയിലും 2 ഉണ്ട്, മുകളിലും 2 ഉണ്ട്. അപ്പോൾ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഡിവൈഡ് ചെയ്ത് പോയി. ഇനി ബാക്കി എത്ര പേരുണ്ട്? 7.464 3.464. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അപ്പോൾ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, 7ൻ്റെ അടിയിൽ തന്നെ 3 വേണം. മനസ്സിലായില്ലേ? പോയിന്റ് ഇടുമ്പോൾ പോയിന്റ് ഒരേ രീതിയിൽ തന്നെ പോയിന്റ് വരണം. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര വരും? 4 4 8, 6 6 12 2, ബാക്കി 1 4 5 4 9, 7 3 10. അപ്പോൾ 10.928 കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ഇവിടെ 8 ആണ് അല്ലേ? അപ്പോൾ 5നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ 1 കൊണ്ട് കൂട്ടി എഴുതാം. അപ്പോൾ എന്തെന്ന് എഴുതാം? 10.93. ഇതാണ് ഏറെക്കുറെ ആക്യുറേറ്റായ ഉത്തരം. യൂണിറ്റ് എഴുതാം, cm². ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മുഴുവനായിട്ട് എടുക്കാത്തവർ എന്ത് വരും? ഈ 1.414ഉം 1.732ഉം പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ എന്ത് വരും? ഇവിടെ ഉത്തരം ഒന്നും കൂടി കുറയും. അങ്ങനെ ചെയ്യുന്നവർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ 10.91 2 ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത 3ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. ഇവിടെ നമുക്ക് 2 സമചതുരങ്ങൾ, 2 സ്ക്വയറുകൾ, 2 വലിപ്പത്തിൽ 2 സ്ക്വയർ ഇങ്ങനെ കൂട്ടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 27 cm², അടുത്തത് 12 cm². എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ താഴത്തെ വശം അല്ലെ, ഇത് മൊത്തം ഈ താഴത്തെ വശത്തിൻ്റെ ഈ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? സെന്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കാൻ. സെന്റിമീറ്റർ വരെ എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞാൽ 2 സ്ഥാനത്തിന് കൃത്യമായി കണക്കാക്കി എഴുതുക. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്കറിയാം നോക്കിയാൽ ഇതിൻ്റെ ഏരിയ, ഈ സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഈ വശത്തിൻ്റെ നീളം കിട്ടി.
ഇതിൻ്റെ ഏരിയ എന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വശങ്ങളുടെ നീളം കിട്ടും, അതായത് ഈ വശത്തിൻ്റെ നീളം കിട്ടും അല്ലേ. അപ്പോൾ ഇതിൻ്റെ നീളം കിട്ടി, ഇതിൻ്റെ നീളം കൂട്ടി, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായി അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ അല്ലേ, വലിയ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എഴുതാം ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ എത്ര വരും? 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ ആണ്, അതുകൊണ്ട് വശം ഇൻറ്റു വശം അല്ലേ, എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ആണ് 27. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? റൂട്ട് 27. അപ്പോൾ നമ്മൾ റൂട്ട് 27 നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ അറിയാലോ അല്ലേ, റൂട്ടില്ല അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഘടകങ്ങളാക്കി എഴുതുന്നത്. 9 × 3 അല്ലേ, 9 × 3 27 അല്ലേ. അപ്പോൾ നമുക്ക് റൂട്ട് 9 × 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം 9 എന്താണ് സ്ക്വയർ ആയിട്ട് കിട്ടി അല്ലേ. ഈക്വൽ ടു റൂട്ട് 9 എത്രയാണ്? 3. ഇനി ബാക്കി റൂട്ട് 3. അപ്പോൾ ലാർജ് സ്ക്വയറിൻ്റെ, വലിയ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടി 3 റൂട്ട് 3 അല്ലേ. അപ്പം ഇത് 3 റൂട്ട് 3, എല്ലാ വശങ്ങളും 3 റൂട്ട് 3 തന്നെ. ഇനി നമുക്ക് ഇത് കിട്ടണം, ചെറിയ സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളം കിട്ടണം അല്ലേ. അത് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ എഴുതാം ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ എത്രയാണ്? 12 അല്ലേ, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം, അതായത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12. അപ്പോൾ എ ഈസ് ഈക്വൽ ടു റൂട്ട് 12. അപ്പോൾ 12 നമുക്കൊരു വർഗ്ഗമല്ല എന്നറിയാം, അതുകൊണ്ട് നാം എന്ത് വേണം? ഇതിനെ ഘടകങ്ങളാക്കാം. അങ്ങനെ ആക്കും 12 നമുക്ക് 6 × 2 12 ആണ് അല്ലേ. പക്ഷെ നമുക്കറിയാം 6ഉം 2ഉം എന്താണ്? അത് വർഗ്ഗങ്ങളല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഏതാ ഉള്ളത്? 4 × 3 12. അപ്പോൾ നമുക്ക് 4 × 3 12. അപ്പോൾ റൂട്ട് 4 × 3. അപ്പോൾ റൂട്ട് 4 എത്രയാണ്? 2. ഇനി ബാക്കി എന്താ ഉള്ളത്? റൂട്ട് 3. അപ്പോൾ റൂട്ട് 4 നമ്മൾ 2 എന്ന് എഴുതി, ബാക്കി റൂട്ട് 3. അപ്പോൾ 2 റൂട്ട് 3 ആണ് ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അല്ലേ. അപ്പോൾ 2 റൂട്ട് 3. ഇനി നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഈ നീളം കൂട്ടി ഈ നീളം കൂട്ടി രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. ലെങ്ത് ഓഫ്, അത് എഴുതാം, ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് അതായത് താഴത്തെ വശത്തിൻ്റെ നീളം 3 റൂട്ട് 3 പ്ലസ് 2 റൂട്ട് 3. ഒന്നുകിൽ റൂട്ട് 3 കൊണ്ട് ഇതിനെ ഗുണിക്കുക, അതിനുശേഷം റൂട്ട് 3 കൊണ്ട് 2നെ ഗുണിക്കുക, രണ്ടും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 2 പ്രാവശ്യം ഗുണിക്കണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി എളുപ്പം, ഇങ്ങോട്ട് നോക്കിയേ, 3 റൂട്ട് 3 പ്ലസ് 2 റൂട്ട് 3, 2ന് റൂട്ട് 3 ഉണ്ട് അല്ലേ. ആ റൂട്ട് 3നെ നാം ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഏതാ ഉള്ളത്? 3 പ്ലസ് ഇവിടെ എത്ര ഉള്ളത്? 2. അപ്പോൾ നമുക്ക് റൂട്ട് 3 × 3 പ്ലസ് 2 5. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രാവശ്യം മാത്രം ഗുണിച്ചാൽ മതി. റൂട്ട് 3ൻ്റെ വാല്യൂ എടുത്തിട്ട് ഒരു പ്രാവശ്യം മാത്രം ഗുണിച്ചാൽ മതി. റൂട്ട് 3ൻ്റെ വാല്യൂ എത്രയാണ്? 1.732 അല്ലേ. അപ്പോൾ 1.732 × 5. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അതല്ല ഇങ്ങനെ ചെയ്യണമെന്നുണ്ടോ ഇങ്ങനെ ചെയ്തോളൂ. അപ്പോൾ 3 റൂട്ട് 3, റൂട്ട് 3ൻ്റെ വാല്യൂ എടുത്തിട്ട് 3നെ ഗുണിക്കുക, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. റൂട്ട് 3ൻ്റെ വാല്യൂ എടുത്തിട്ട് 2നെ ഗുണിക്കുക, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. രണ്ടും കൂടി കൂട്ടാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമാണ് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം, എത്ര ഉത്തരം കിട്ടും നോക്കിയേ. 5 × 2 10, ബാക്കി 1, 15 1 16 6, ബാക്കി 1, 7 35 1 36 6, ബാക്കി 3, 1 5 5 3 8. 3 സ്ഥാനം നീക്കി കുത്തിട്ടു, 8.66. അപ്പോൾ നമുക്ക് ഈ വശത്തിൻ്റെ നീളം, മൊത്തം വശത്തിൻ്റെ നീളം കിട്ടി 8.66 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ നീളം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തരം ഇത് പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഉത്തരം എത്ര ചെറിയ വ്യത്യാസം വരും അവർക്ക്. 8.66 എന്നുള്ളത് 8.65 അല്ലെങ്കിൽ 64 ഒക്കെ ആവാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഇവിടെയും നമുക്ക് 2 സ്ക്വയറുകൾ അല്ലെ, 2 വലിപ്പത്തിൽ 2 സ്ക്വയറുകൾ വന്നിട്ടുണ്ട്. അവ ഇങ്ങനെ മൂലോട് മൂല ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയറുകളുടെ അളവ് വന്നിട്ടുണ്ട്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്?
ഈ ചരിഞ്ഞ വരയുടെ, അതായത് ഈ സ്ലാൻഡഡ് ലൈനിന്റെ നീളം എത്ര, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ വന്നു അല്ലേ? കാരണം നമുക്കറിയാം ഇത് സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ രണ്ട് മൂലകൾ, ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് മൂലകൾ തമ്മിൽ യോജിപ്പിച്ചാൽ എന്താണ്? വികർണമായി അല്ലേ? ഡയഗണൽ. അതായത് ഇത് ഈ വലിയ സ്ക്വയറിന്റെ ഡയഗണലാണ് ഇത്. ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡയഗണലും കൂടിയാണ് ഇങ്ങനെ ഒറ്റ ചെരിഞ്ഞ വര ആയിട്ടുള്ളത്. അപ്പോൾ നാം എന്ത് കണ്ടുപിടിക്കണം? ഈ വലിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കുക, ചെറിയ സ്ക്വയറിന്റെ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കുക, രണ്ടും കൂടി കൂട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വലിയ സ്ക്വയറിന്റെ കാര്യം എടുക്കാം. അപ്പോൾ നമുക്ക് ലാർജർ സ്ക്വയറിന്റെ കാര്യം എടുക്കാം. അതിന്റെ ഇത് ഡയഗണൽ അല്ലേ? ഡി. അപ്പോൾ ഇത് സമചതുരാണ്, അതുകൊണ്ട് ഇത് 3 ആണെങ്കിൽ ഇത് 3. അപ്പോൾ നമുക്ക് ഡയഗണലിന്റെ കർണ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ അല്ലേ? പൈത്തഗോറസ് സിദ്ധാന്തം അതനുസരിച്ചുകൊണ്ട് ഡി സ്ക്വയർ ഡയഗണൽ ഈ ഡയഗണൽ ഈ ഡി അല്ലേ? അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അതായത് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 9, അതായത് 18. അപ്പോൾ ഡി സ്ക്വയർ നമുക്ക് കിട്ടി 18. അങ്ങനെയാണെങ്കിൽ ഡി എന്ത് വരും? ഡി ഈക്വൽ ടു √18. √18 അല്ലേ? റൂട്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഘടകങ്ങളാക്കി എഴുതാം അല്ലേ? അപ്പോൾ റൂട്ട് നമുക്കറിയാം 6 × 3 18ആണ്. പക്ഷെ 6ഉം 3ഉം എന്തല്ല? രണ്ടും നമുക്ക് റൂട്ട് കിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടെ വേറെ എന്താണുള്ളത്? 9 × 2. അപ്പോൾ √9 എത്രയാണ്? 3, ബാക്കി √2. അപ്പോൾ നമുക്ക് ഈ ഡിയുടെ വില കിട്ടി. എത്രയാണ്? 3√2. ഇനി നമുക്ക് അടുത്ത ചെറിയ സ്ക്വയർ എടുക്കാം അല്ലേ? സ്മോളർ സ്ക്വയർ. ചെറിയ സ്ക്വയറിൽ ഡി ഡയഗണൽ തന്നെ. ഇത് ഡി ഡയഗണൽ. ഇത് 2 ആണെങ്കിൽ ഇവിടെയും 2 തന്നെ അല്ലേ? അപ്പോൾ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അതായത് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 4 ഈക്വൽ ടു 8. അപ്പോൾ ഡി സ്ക്വയർ നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ ഡി എന്ത് വരും? ഡി ഈക്വൽ ടു √8 അല്ലേ? അപ്പോൾ അതിന് റൂട്ടില്ല, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? √8നെ 4 × 2 8. അപ്പോൾ √4 എത്രയാണ്? 2. ബാക്കി എന്താണുള്ളത്? √2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗണൽ കിട്ടി, വികരണം കിട്ടി 2√2. ഇനി നമുക്ക് ചെരിഞ്ഞ ലൈനിൻ്റെ നീളം കണ്ടുപിടിച്ചൂടെ? രണ്ടും കൂടി കൂട്ടിയാൽ പോരെ? അപ്പോൾ എഴുതാം ലെങ്ത് ഓഫ് സ്ലാൻഡഡ് ലൈൻ ഈക്വൽ ടു എന്ത് വരും? രണ്ടും കൂടി കൂട്ടാം. 3√2ഉം 2√2 അല്ലേ? 3√2 പ്ലസ് 2√2. ഇവിടെയും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം 3നെ √2 കൊണ്ട് ഗുണിക്കാം, 1.414 കൊണ്ട് ഗുണിക്കാം, അതിനുശേഷം 2നെയും ഇതുപോലെ ഗുണിക്കാം, അതിനുശേഷം 2ഉം കൂടി കൂട്ടാം. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തോളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാം? √2 കോമൺ ആണ്, √2നെ പുറത്തെടുത്തു. ബാക്കി എന്ത് വരും? 3 + 2, അതായത് √2 × 5. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണ്? ഒരു പ്രാവശ്യം ഗുണിച്ചാൽ മതി അല്ലേ? 5നെ മാത്രം ഗുണിച്ചാൽ മതി. അതല്ലെങ്കിൽ 3നെ ഗുണിക്കണം, 2നെ ഗുണിക്കണം. ഇവർ തമ്മിൽ കൂട്ടുകയും വേണം. ഇപ്പം ഈക്വൽ ടു √2ന്റെ വില എത്രയാണ്? 1.414 × 5. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിയേ. 14 20 0 ബാക്കി 2, 1 5 5 2 7, 14 0 ബാക്കി 2, 1 5 5 2 7. അപ്പോൾ നമുക്ക് 70 70 എന്ന് കിട്ടി. അപ്പോൾ 3 സ്ഥാനം നീക്കി കുത്തിടുമ്പോൾ 7 പോയിന്റ് അല്ലേ? 7.07 എന്ന് കിട്ടി. ഇപ്പോൾ ഈ 0 കളഞ്ഞോളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 7.07 നീളമാണ് അല്ലേ? അല്ല സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ചെരിഞ്ഞ വരയുടെ നീളം എത്രയാണ്? 7.07 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്കതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.